ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. റോമാലേഖനം 12-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: സ്നേഹം നിർവ്യാജമായിരിക്കട്ടെ. ആത്മാവിന്റെ ഫലങ്ങളിൽ ഒന്നാമതായി കാണുവാൻ കഴിയുന്നത് സ്നേഹമാണ്. സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു. സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്നും ജനിച്ചിരിക്കുന്നു, ദൈവത്തെ അറിയുകയും ചെയ്യുന്നു. നാം മനുഷ്യരുടെയും ദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും സ്നേഹമില്ലെങ്കിൽ മുഴങ്ങുന്ന ചെമ്പോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. പ്രവചനപരമുണ്ടായാലും സകല മർമ്മവും സകല ജ്ഞാനവും ഗ്രഹിച്ചാലും മലകളെ നീക്കുവാൻ തക്ക വിശ്വാസം നമ്മിൽ ഉണ്ടായാലും സ്നേഹമില്ലെങ്കിൽ നാം ഒന്നുമില്ല. നമുക്കുള്ളതെല്ലാം ദാനം ചെയ്താലും നമ്മുടെ ശരീരം ചുടുവാൻ ഏൽപ്പിച്ചാലും നമ്മിൽ സ്നേഹമില്ലെങ്കിൽ ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. സ്നേഹത്തിന്റെ പ്രത്യേകത: സ്നേഹം ദീർഘമായി ക്ഷമിക്കുന്നു, സ്നേഹം ദയ കാണിക്കുന്നു, സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, സ്നേഹം ചീർക്കുന്നില്ല, സ്നേഹം അയോഗ്യമായി നടക്കുന്നില്ല, സ്നേഹം സ്വാർത്ഥത അന്വേഷിക്കുന്നില്ല, സ്നേഹം ദേഷ്യപ്പെടുന്നില്ല, സ്നേഹം ദോഷത്തെ കണക്കിടുന്നില്ല, സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സ്നേഹത്തിന് ഭയമില്ല, തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കുന്നു, സ്നേഹം സഹോദരനെ പകയ്ക്കുന്നില്ല, സ്നേഹം സത്യത്തിൽ സന്തോഷിക്കുന്നു, സ്നേഹം എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം സഹിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. ഇവയിൽ വലിയതോ സ്നേഹം തന്നെ. ദൈവം സ്നേഹം തന്നെ. സ്നേഹത്തിൽ വസിക്കുന്നവൻ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം അവനിലും വസിക്കുന്നു. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞുമിരിക്കുന്നു. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.